الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ച റബ്ബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹങ്ങളുടെ ഭാഗമായി ജീവിതത്തിൻ്റെ ആയുസ്സിൻ്റെ ബലത്തിൻ്റെ യാത്രയുടെ ഭാഗമായി പരിശുദ്ധ റമളാനിൻ്റെ പടിവാതിൽക്കൽ നമ്മൾ എത്തിക്കഴിഞ്ഞു. ഷഅബാൻ മാസത്തിലെ 2ാമത്തെ വെള്ളിയാഴ്ച അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവൻ്റെ മസ്ജിദിൽ ഇലാഹിയായ ചിന്തയിൽ പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടെ പാപമോചനത്തിൻ്റെ ചിന്തയോടെ നന്മയിലേക്ക് നടക്കാനുള്ള മനസ്സിൻ്റെ ത്വരയോടെ താല്പര്യത്തോടെ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഷഅബാൻ മാസത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഇത് ജനങ്ങൾ അശ്രദ്ധമാകുന്ന മാസമാണ്. കാരണം റജബ് പവിത്രമാസം എന്നവർക്കറിയാം, റമളാനും പുണ്യമാസം എന്നറിയാം. അതിനിടയിൽ വന്ന ഷഅബാൻ, ഉസാമ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഈ ഷഅബാനിന്റെ സവിശേഷതയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ മറുപടി പറയുന്നുണ്ട്, പ്രവാചകൻ റമളാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പെടുത്ത മാസം ഷഅബാനാണ് എന്നാണ്. അതുകൊണ്ട് ഈ മാസത്തിലെ പരമാവധി സാധിക്കുന്ന ആളുകൾ തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെങ്കിലും നോമ്പ് നോൽക്കാൻ ബദ്ധശ്രദ്ധരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആയിഷ ബീവിയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ത് എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് ഖുർആനാണ് അവിടുത്തെ സ്വഭാവം എന്ന് പറഞ്ഞു എന്ന് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളവരാണ്. ഖുർആൻ പരതുമ്പോൾ മനുഷ്യരോടുള്ള മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട് 11 കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. വളരെ പെട്ടെന്ന് അത് പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി ഒന്നാമതായിട്ട് കാണുന്നത് സ്വിദ്ഖ് എന്ന ഒരു ഗുണമാണ്. അത് വിശ്വാസിക്കുണ്ടാകണം. സത്യസന്ധത എന്നാണ് അതിനർത്ഥം. വിശ്വാസികളെ നിങ്ങൾക്ക് തഖ്വയുണ്ടാകണം അല്ലാഹ് പറഞ്ഞു. തൗബ സൂറത്താണ്. പിന്നെ പറഞ്ഞത് നിങ്ങൾ സത്യസന്ധരുടെ കൂട്ടത്തിലാകണം എന്നാണ്.
കളവ് വലിയ പാതകമാണ്. സത്യം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കളവ് നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആവശ്യത്തിനും അനാവശ്യത്തിനും കളവ് പറയുന്ന ഒരു സമ്പ്രദായം പലപ്പോഴും അറിയാതെ വരുന്നതാണ്. വെറുതെ കളവ് പറയുകയാണ്, ഒരാവശ്യമില്ല, പ്രത്യേക ഒരു ഗുണമൊന്നും കിട്ടാനില്ല. പക്ഷെ അത് ജാഗ്രത പാലിക്കേണ്ട സംഗതിയാണ്. വിശ്വാസിയുടെ ഏറ്റവും വലിയ ഗുണം അതാണ്. സ്വാദിഖ് അൽ വഅദ് അൽ അമീൻ. പുണ്യ നബിയെ കുറിച്ച് ഖുർആൻ പറയുന്നതാണ്, അവിടുന്ന് സത്യസന്ധനാണ്, അവിടുന്ന് വിശ്വസ്തനാണ്, അവിടുന്ന് വാഗ്ദാനം പാലിക്കുന്നവനാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഖുർആനിലെ മറ്റൊരു ഗുണം വിശ്വാസിക്കുണ്ടാകേണ്ട മിൻ അഖ്ലാഖിൽ ഖുർആൻ അത്തവാദു, വിനയമാണ്. അഹങ്കാരം പാടില്ല, അഹങ്കരിക്കാനൊന്നുമില്ല. ഈ നടത്തം എപ്പോൾ തീരുമെന്നറിയില്ല, ഈ ശബ്ദം എപ്പോൾ നിലക്കും എന്നറിയില്ല. ആംഗ്യം കാട്ടാൻ കൈകൾ പൊങ്ങുമോ എന്ന് ആർക്കറിയാം? നിശ്ചലമായ എത്ര മനുഷ്യന്മാർ കടപ്പറകളിൽ കടക്കാൻ തുടങ്ങിയിട്ട് എത്രയായി? വീട്ടിലുള്ളവർ പോലും അവരെ എത്തി നോക്കുന്നില്ല, മടുത്തുപോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എത്ര മനുഷ്യന്മാർ. പാഠമാണ് ലോകത്തിന്, പാഠമാണ് നമുക്ക് ഓരോരുത്തർക്കും. ചിന്തകൾക്ക് പാഠമാണ്, മനനങ്ങൾക്ക് പാഠമാണ്, യാത്രകൾക്ക് പാഠമാണ്, പെരുമാറ്റങ്ങൾക്ക് പാഠമാണ്, സ്വഭാവ സവിശേഷതയ്ക്ക് പാഠമാണ്. അതുകൊണ്ട് വിനയം വളരെ പ്രധാനമാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പറയാ, വഖ്ഫിദ് ജനാഹക ലിമനിത്തബഅക മിനൽ മുഅ്മിനീൻ. നിന്നെ പിന്തുടർന്ന വിശ്വാസികളോട് വിനയം കാണിക്കണം പ്രവാചകരെ, തവാദു കാണിക്കണം. അഹങ്കാരം വേണ്ട. ഞാൻ ഉംറക്ക് പോവുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് പറയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. നേരത്തെ നബി പറഞ്ഞൊരു വാക്ക് ഉമർ എപ്പോഴും ഓർക്കും, മറ്റൊന്നുമല്ല, ലാ തൻസ യാ ഉഖയ്യ ഫീ ദുആഇക. ഉമറേ, നീ പോകുമ്പോ നിന്റെ പ്രാർത്ഥനയിൽ നീ എന്നെ മറക്കരുതേ ഉമറേ. ആരോടാ പറയുന്ന അറിയിക്കണം? റസൂലുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അതിനെപ്പറ്റി പറയുന്നത് അവിടുത്തെ വിനയമാണ്, അവിടുത്തെ സ്വഭാവത്തിന്റെ ഗുണമാണ്. ഉമർ തന്നെ പറയാണ്, ഞാൻ അന്ന് കോരിത്തരിച്ചു പോയി. ഓരോ നിമിഷവും ഞാൻ ഇങ്ങനെ ഭയപ്പാടോടുകൂടി ആ വാക്കുകൾ ഇങ്ങനെ ഓർക്കുകയാണ്. എന്നോട് പറഞ്ഞു എന്റെ നബി, ഉമറേ, നീ നിന്റെ പ്രാർത്ഥനയിൽ നീ എന്നെ മറക്കരുത്. അതവിടുത്തെ വിനയത്തിന്റെ ഭാഗമാണ്. മറ്റൊരു പ്രധാനമായി ഖുർആൻ പറയുന്നത് റിഫ്ഖ്, ഒരു മയം, ഒരു മൃദുലത. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ. മൂസ, ഹാറൂൻ, നിങ്ങൾ രണ്ടുപേരും ഫറോവന്റെ അടുത്ത് പോകണം, അവൻ അതിക്രമം ചെയ്തവനാണ്. ഫഖൂലാ ലഹു, എന്നിട്ട് നിങ്ങൾ അവനോട് രണ്ടുപേരും പറയണം ഖൗലൻ ലയ്യിന, മൃദുലമായ വാക്ക് പറയണം. ഇസ്രായേലി മക്കളെ ക്രൂരമായി കൊന്നു തള്ളിയ മനുഷ്യനോട്, ചോര കൊണ്ട് കൈ കഴുകുന്ന മനുഷ്യനോട് ഖൗലൻ ലയ്യിന, ഏറ്റവും നല്ല മൃദുലമായ വാക്ക്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ കാര്യം ഉൾക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അവൻ അല്ലാഹനെ പറ്റി ഒരു ഭയം അവനുണ്ടാകട്ടെ. താഹ സൂറത്തിൽ പറയുന്നു. അതും പ്രധാനമാണ്. ജിഫ്ഖ്, മയം വേണം മനുഷ്യന്. പരുഷത വേണ്ട, ഈർഷ്യത വേണ്ട. പിന്നെ സ്വബർ, ക്ഷമ. ഖുർആൻ പറയുന്ന സ്വഭാവം, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറൂ വസ്വാബിറൂ, നിങ്ങൾ ക്ഷമിക്കണം വിശ്വാസികളെ, മുഅ്മിനീങ്ങളെ. ആല ഇംറാൻ സൂറത്ത് 20-ാമത്തെ ആയത്ത്. നല്ല ക്ഷമ വേണം, ജീവിതം ക്ഷമിക്കണം. കുടുംബത്തിൽ ക്ഷമ വേണം, വർത്തമാനത്തിൽ ക്ഷമ വേണം, ഒരു നേതൃപദവിയിലെത്തുമ്പോൾ ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയില്ല. ത്യാഗം വേണം, ക്ഷമ വേണം. അത് ദുനിയാവിലും ആഖിറത്തിലും അങ്ങനെ തന്നെ. അതുകൊണ്ടാ റസൂലുള്ള പറഞ്ഞത് അസ്വബ്റു നിസ്ഫുൽ ഈമാൻ, ക്ഷമ വിശ്വാസത്തിന്റെ നേർപാതി. പിന്നെ മറ്റൊരു ഗുണം പറയുന്നത് അർറഹ്മ, കാരുണ്യമുണ്ടാകണം. വഖ്ഫിദ് ജനാഹക വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദില്ലി മിനർ റഹ്മ. അത് മാതാപിതാക്കളായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അവരോട് കരുണയുടെ ചിറക് താഴ്ത്തി കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ,
റബ്ബേ, ചെറുപ്പത്തിൽ അവരെന്നോട് കരുണ കാണിച്ചതുപോലെ അവർക്ക് നീ കരുണ കാണിച്ചു കൊടുക്കണമേ, കരുണ ചുരുങ്ങി കൊടുക്കണമേ. അള്ളാഹിനോട് ദുആ ചെയ്യാം. അള്ളാഹു നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മത്ത് ഒരു ഗുണം. പിന്നെ ഖുർആൻ പറയുന്ന ഒരു ഗുണം അൽ ഹയാ, ലജ്ജ. ഖുർആൻ പറയാണ് ലജ്ജ വേണം വിശ്വാസിക്ക്. ലജ്ജ ഇല്ലാത്തവൻ എന്തും പറയാം, അവൻ എന്തും ചെയ്യാമെന്ന് പറഞ്ഞത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ. അതുകൊണ്ട് ഹയാ, അലം യഅലം ബി അന്നല്ലാഹ യറാ, അവർക്കറിഞ്ഞുകൂടെ അല്ലാഹു എല്ലാം കാണുന്നവനാണ്. ലജ്ജയുമായി ബന്ധപ്പെട്ടാണ് ആ സംസാരം. അലഖ് എന്ന് പറയുന്ന അധ്യായത്തിലെ 14-ാമത്തെ ആയത്താണ്. പിന്നെ വേറെ ഒരു ഗുണം പറയുന്നത് അൽ അമാന, വിശ്വസ്തത. ഒരു വാക്ക് പറഞ്ഞാൽ വിശ്വസിക്കണം, ചതിക്കാൻ പാടില്ല. ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അത് മറ്റുള്ളവന് അഥവാ അമാനത്തുകൾ അതിന്റെ അവകാശിക്ക് തിരിച്ചു കൊടുക്കണം. നിങ്ങളെ വിശ്വസിച്ചാൽ നിങ്ങളെ ചതിക്കരുത്. അതുകൊണ്ട് ആ കപട വിശ്വാസിയെ പറ്റി പറഞ്ഞു, അവൻ നിങ്ങളുമായിട്ട് പിണങ്ങിയാൽ അവൻ രഹസ്യങ്ങൾ വിളിച്ചു പറയുന്നവനാണ്. ശ്രദ്ധിക്കണം, അമാനത്താണ് രഹസ്യം പോലും. ഒരാളൊരു രഹസ്യം പറഞ്ഞിട്ടുണ്ട് നമ്മളോട്, നമുക്കതറിയാം, അത് അയാൾക്ക് ഷോക്കാകുന്ന രഹസ്യമാണ്. നല്ല സൗഹൃദം, അങ്ങനെ കാലങ്ങൾ കടന്നുപോയി, അതിനിടയിൽ ഒരു പിണക്കം. അപ്പൊ നമ്മൾ പറയാണ് എൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാണ്, എന്നിട്ട് പറയുന്ന അങ്ങനെങ്ങാനും പറഞ്ഞാൽ ഒരു സംശയം വേണ്ടാതെ കപട വിശ്വാസിയാണ്. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ. നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലാണ് കപട വിശ്വാസിയുടെ സ്ഥാനം. അതുകൊണ്ട് വിശ്വസ്തത വളരെ പ്രധാനമാണ്. ഒരു വിശ്വാസിക്ക് അതുണ്ടാകണം. ഒരു അമാനത്ത് പ്രധാനമാണ്. കപ്പലിൽ യാത്ര ചെയ്യുകയാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി. യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി. ഉമ്മ വളർത്തിയ കുട്ടിയാണ് ബുഖാരി. പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാണ്. യാത്ര ഒരുപാട് ചെയ്തിട്ട് അന്നത്തെ യാത്ര പ്രയാസമുള്ള കാലത്ത് വിജ്ഞാനം കരഗതമാക്കാൻ വേണ്ടിയുള്ള യാത്ര. ആ യാത്രക്കിടയിൽ കപ്പലിൽ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കയ്യിലൊരു കിഴിയുണ്ട്. എന്നാണ് ഒരു തുണി കൊണ്ടൊക്കെ കെട്ടിയ ഒരു കിഴി. അടുത്തുള്ള ആൾ ചോദിക്കുക, അതിലെന്താണ്, എന്താ നിങ്ങളെ കിഴിയിൽ? സത്യസന്ധനായ ബുഖാരി മറുപടി പറഞ്ഞു, 1000 സ്വർണ്ണ നാണയങ്ങളാണ്. ഉമ്മ എന്നെ ഏൽപ്പിച്ചതാണ്, എന്റെ യാത്രക്കുള്ള വഴിച്ചെലവാണ്. അത് കേട്ടപ്പോ അയാൾ അത്ഭുതപ്പെട്ടു പോയി. അയാള് തോന്നിപ്പോയി, ഇത് ഒരു പാവം മനുഷ്യനാ, എങ്ങനെയും ഒന്ന് കൈക്കലാക്കണം. ആരും അറിയാതെ കപ്പലിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിയിട്ട് കപ്പിത്താനോട് കരഞ്ഞു പറഞ്ഞു, എന്റെ 1000 സ്വർണ്ണ നാണയം നഷ്ടമായിട്ടുണ്ട്, അതൊന്ന് കിട്ടണം. ഈ കരച്ചിലും വിഷമൊക്കെ കണ്ടപ്പോ കപ്പിത്താൻ അനൗൺസ് ചെയ്യാണ്, ഈ കപ്പലിലെ ഒരു യാത്രക്കാരന്റെ 1000 സ്വർണ്ണ നാണയം നഷ്ടമായിട്ടുണ്ട്, അതാർക്ക് കിട്ടിയാലും വേഗം തരണം. അനൗൺസ് ചെയ്തു. സമയം കുറെ കഴിഞ്ഞു, കിട്ടിയില്ല, ആരും കൊടുത്തെന്നില്ല. അപ്പൊ പിന്നെ അനൗൺസ്മെന്റ് വന്നു, ഇനി അത് പരിശോധിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പാണ്ഡങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി. എല്ലാവരെയും പരിശോധിച്ചു. കൂട്ടത്തിൽ ഇമാം ബുഖാരിയുടെ പാണ്ഡവും പരിശോധിച്ചു. ഒന്നും കിട്ടിയില്ല. 1000 ദീനാർ കാണാനില്ല. എല്ലാവർക്കും അത്ഭുതമായി പോയി. പ്രത്യേകിച്ച് അയാൾക്ക് അത്ഭുതമായി പോയി. ചോദിച്ച ആൾക്ക് 1000 ദീനാർ ഉണ്ട് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ, എവിടെ 1000 ദീനാർ? അപ്പൊ ഈ മനുഷ്യൻ ബുഖാരിയുടെ അടുത്ത് വരിക. ഇമാം ബുഖാരിയോട് ചോദിക്കുകയാണല്ല, നിങ്ങളുടെ കയ്യിൽ 1000 ദീനാർ ഉണ്ടായിരുന്നില്ലേ, അതെവിടെ ഒളിപ്പിച്ചു വെച്ചെന്നുള്ള അത്ഭുതത്തിലാണ് അയാൾ ചോദ്യം. മറുപടി വന്നു, സഹോദര, അനൗൺസ്മെന്റ് കേട്ടപ്പോ തന്നെ ഞാൻ എന്ത് ചെയ്തു നിനക്കറിയോ? മുകൾ തട്ടിലേക്ക് കയറിയിട്ട് 1000 ദീനാറിന്റെ കിഴി ഞാൻ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ടൈം വന്നിക്കണം. അപ്പൊ അത്ഭുതത്തോടെ ഇയാൾ ചോദിക്കുക, അത് നിനക്ക് പറയാമായിരുന്നില്ലേ? നിങ്ങളുടേതാണെന്ന് സ്ഥാപിക്കാമായിരുന്നില്ലേ? ആ മനുഷ്യന്റെ മറുപടി, എന്റെ ഒരു ജീവിതം മുഴുവൻ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ വചനങ്ങൾ അതിന്റെ നെല്ലും പതിരും വേർതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ് എന്റെ ജീവിതം.
നാളെ എന്റെ ഹദ്ദിൽ നിന്ന് ഹദീസ് പഠിക്കുന്ന ഒരാള് 1000 ദീനാർ കട്ടവൻ എന്ന് ഒരാളുടെ ഹദീസ് എന്ന് പറയുന്നത് എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഇതെന്റെ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമാണ്, എന്റെ വിശ്വാസ്യതയുടെ പ്രശ്നമാണ്. അതാ അമാനത്ത്. ചെറിയ സംഗതിയല്ല അത്, അതൊരു വിശ്വാസിക്ക് വേണം. പിന്നെ അഫ്വ് 8ാമത്തെ ഗുണമാണ്. ഫഅഫു അൻഹും വസ്ഫഅ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നബി അവർക്ക് മാപ്പ് കൊടുക്കണം. മാപ്പ് നൽകുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുന്നവനാണ്. നന്മ ചെയ്യുന്നവരെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നവയാണ്. അപ്പൊ മാപ്പ് എല്ലാം അങ്ങനെ മനസ്സിൽ വെച്ച് പക വീട്ടാൻ ഇങ്ങനെ നോക്കി നടക്കണ്ട. മറ്റുള്ളവന് മാപ്പ് കൊടുക്കുക, അല്ലാഹു അതിന് പ്രതിഫലം നൽകും. പിന്നെ പ്രധാനമായിട്ടും പറഞ്ഞൊരു സംഗതി ശുക്ർ, നന്ദി. വിശ്വാസികളുടെ സ്വഭാവമാണ് നന്ദി ഉണ്ടാവും. മനുഷ്യനോടും ഉണ്ടാവും, അള്ളാഹിനോടും ഉണ്ടാവും. അത് വിശ്വാസിക്കേ അത് കഴിയുള്ളൂ, അല്ലാത്തവന് കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളൊരാൾക്കൊരു കാര്യം കൊടുക്കുകയാണെങ്കിൽ ദുനിയാവെന്ന് ഒന്നും മോഹിക്കരുതെന്ന് നിരവധി ഹദീസിൽ പറയുന്നുണ്ട്. കാരണം കൊടുത്തവൻ മുഴുവൻ പിന്നെ ഖേദിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അത്രമേൽ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ടാകണം. വിസ കൊടുത്തവനൊക്കെ പിന്നെ കണ്ടിട്ട് മുണ്ടില്ല, അയാൾ ഒരുപാട് ഉയർത്തി പോയി. മറ്റവരിപ്പോഴും ആ പഴയ പോലെ കഷ്ടപ്പാടും പ്രയാസത്തിലുമാണ്. ഒരു നന്ദിയുടെ നോട്ടം പോലും ഇല്ലാത്ത എത്ര മനുഷ്യന്മാർ. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അവന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അതിനുമ്പ് കുതിരയുടെ സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞു ഖുർആൻ. ഓടുന്ന കുതിര, യുദ്ധം ചെയ്യുന്ന കുതിര, രണാങ്കണത്തിൽ പടവെട്ടുന്ന കുതിര, കുളമ്പ് വരസിയിട്ട് തീ പറപ്പിക്കുന്ന കുതിര. വൽ അദിയാതി ലബഹൻ ഫൽ മൂരിയാതി ലബഹൻ ഫൽ മുഗീറാതി സുബ്ഹൻ. പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്ന കുതിര. ഇതൊക്കെ കുറെ പറഞ്ഞിട്ട് പിന്നെ പറയാ മനുഷ്യൻ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. കുതിരക്ക് മനുഷ്യൻ കൊടുത്തത് വെള്ളവും ഭക്ഷണവും മാത്രമാണ്. അപ്പോഴേക്ക് യജമാനന് കുതിര കാണിക്കുന്ന ജീവൻ സമർപ്പിച്ചിട്ട് രണാങ്കളത്തിൽ യജമാനന് വേണ്ടി പോരാടുന്ന കുതിരയെ പറഞ്ഞിട്ട് അല്ലാഹ് പറയാ മനുഷ്യൻ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം അള്ളാഹിനോടും നന്ദി കെട്ടവൻ, മനുഷ്യനോടും നന്ദി കെട്ടവൻ എന്നാണ്. അതുകൊണ്ട് വിശ്വാസി അങ്ങനെ ആകാൻ പാടില്ല എന്ന്. അവന് ശുക്ർ ഉണ്ടാകണം. വഇദ് തഅദ്ദന റബ്ബുക്കും ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വീണ്ടും വർദ്ധിപ്പിച്ചു തരും. വലയിൻ കഫർതും, നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലശദീദ്, എന്റെ ശിക്ഷ കഠിനമാണ്. സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ ആയത്ത്. അപ്പൊ നന്ദി വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് സ്വർഗം കിട്ടിയ പാവങ്ങളെ പറ്റി, സ്വർഗം കിട്ടിയ വിശ്വാസികളെ പറ്റി സൂറത്ത് ദഹറിൽ പറയുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് കൊടുത്തത് ഇന്നമാനു തഅമുക്കും ലിവജ്ഹില്ലാ, അന്നം കൊടുത്തത് അള്ളാന്റെ പ്രീതി മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, ഒരു നന്ദി വാക്ക് പോലും അവരിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല റബ്ബേ. അങ്ങനെ കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോഴാണ് ഈ ശ്രേഷ്ഠത കടന്നു വരുന്നത്. അവിടെയാണ് ശുക്ർ. മറ്റൊരു പ്രധാന സംഗതി ഇസ്തിഖാമ, ഒരു നിലപാട്. ഒരു നിലപാട് അത് വിശ്വാസിക്കുണ്ടാകണം. ഫസ്തഖിം കമാ ഉമിർത, നിന്നോട് കൽപ്പിച്ച പോലെ നീ ഒരു നിലപാട് കൈക്കൊള്ളണം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. നിലപാടുള്ളവന്റെ അടുത്ത്, ഇസ്തിഖാമത്തോടുകൂടി ദീനിനെ മുറുകെ പിടിച്ചവന്റെ അടുത്ത് മലക്ക് കടന്നു വരും മരിക്കുന്ന നേരത്ത്. എന്നിട്ട് മലക്കുകൾ പറയുമത്രേ, അല്ലാ തഖാഫൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇസ്തിഖാമ ഒരു നിലപാട്. ഖിയാമം വരും, അന്നൊരു കാലം വരും, എന്റെ സമുദായത്തിന് നേരെ ആളുകൾ ഭക്ഷണത്തളികയിലേക്ക് ആർത്തിയോടെ ഒരു തീറ്റക്കൊതിയൻ കൈ നീട്ടുന്ന പോലെ നിങ്ങൾക്ക് നേരെ കൈ നീട്ടുന്ന ഒരു കാലം. വമൽ ഖല്ലത്തു യാ റസൂലല്ലാഹ്, ഞങ്ങൾ ആള് കുറവായത് കൊണ്ടാണോ അങ്ങനെയെന്ന് സഹാബത്തിന്റെ ചോദ്യം. ബൽ അൻതും കസീർ,
നിങ്ങളെ ധാരാളമാണെന്ന് വിശുദ്ധ നബിയുടെ മറുപടി. എന്നിട്ട് പിന്നെ വിശദീകരിച്ചു വന്ന് നിങ്ങളുടെ പ്രശ്നം ചപ്പു ചവറുകളെ പോലെയാണ് നിങ്ങൾ, പൊങ്ങുതടികളായി എങ്ങട്ടാ ഒഴുക്ക്, അങ്ങനെ ഒഴുകുകയാണ്. ഒഴുക്കിനനുസരിച്ചുള്ള ഒഴുക്ക് അതാ നടക്കുന്നത്. സ്വഭാവം ഒഴുക്ക്, വേഷം ഒഴുക്ക്, വിശ്വാസിയുടെ വേഷം ഒഴുക്ക്, വിശ്വാസിനിയുടെ വേഷം അതും ഒരു ഒഴുക്കാണ്. നാട്ടിലെങ്ങനെ അങ്ങനെ ഒഴുകാണ്. വാക്ക് വല്ലാത്തതാണ്. ഇസ്തിഖാമ. പിന്നെ പറയുന്നത് ശുദ്ധമായ ഹൃദയം. 11ാമത്തെ ഗുണം പറയാ ഖുർആൻ. സലാമത്തു സ്വദർ വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വിശ്വാസിയുടെ മനസ്സാണ് അല്ലാഹ് പറയുന്നത്. എന്തൊരു ശുദ്ധ ഹൃദയമാണത്. അവര് പറയും ഞങ്ങൾക്ക് പുറത്തു തരണം, അല്ലാഹ് ഞങ്ങൾക്ക് പുറത്തു തരണം. പോരാ വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, ഞങ്ങളെക്കാൾ മുമ്പ് ഈമാൻ ഉൾക്കൊണ്ടവർക്കും നീ പുറത്തു കൊടുക്കണം റബ്ബേ. ഞങ്ങളെക്കാൾ മുമ്പേ ആദർശം നെഞ്ചേറ്റിയവർക്ക് പുറത്തു കൊടുക്കണം റബ്ബേ. പിന്നുള്ളതാണ് അടിവരടേണ്ട ദുആ. എന്താ ദുആ എന്നറിയോ? വലാ തജ്അൽ ഫീ ഖുലൂബിനാ, ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഉണ്ടാക്കരുതേ റബ്ബേ, ഗില്ലൻ, ഈർഷ്യത ഉണ്ടാക്കരുത്, കോപമുണ്ടാക്കരുത്, കുനുട്ടുണ്ടാക്കരുത്, ഫസാദ് ഉണ്ടാക്കരുത്, വൈരമുണ്ടാക്കരുത്, ലില്ലദീന ആമനു, വിശ്വാസികളോട്. എന്താണ് അതുകളുടെ കരം? വിശ്വാസികളോട് ഒരു തരത്തിലുള്ള ഈർഷ്യതയും റബ്ബേ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ തരരുതേ റബ്ബേ. അതാണ് സലാം, സലാമത്തു സ്വദർ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷപ്പെട്ട ഹൃദയം, സലാമത്തുള്ള ഹൃദയം, അത് മാത്രമാണെന്ന് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നതെന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഗുണങ്ങൾ, ഇതൊക്കെ ഖുർആൻ പറയുന്ന സ്വഭാവ ഗുണങ്ങളാണ്. ഏത് നമ്മുടെ കൂടെയുണ്ട് എന്നിങ്ങനെ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ ഒന്ന് പരിശോധിക്കുക. സത്യസന്ധത, വിനയം, തവാദുഅ്, നൈർമല്യം, ക്ഷമ, കാരുണ്യം, ലജ്ജ, വിശ്വസ്തത, വിട്ടുവീഴ്ച, മാപ്പ്, നന്ദി, നിലപാട്, വിശുദ്ധമായ ഹൃദയം, ഇതൊക്കെ ഉള്ള ആളായിരുന്നു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ആയിഷ ബീവിയുടെ മറുപടി. എന്തായിരുന്നു സ്വഭാവം? കാന ഖുലുഖുഹു അൽ ഖുർആൻ, അവിടുത്തെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന മറുപടി. അത് ജീവിതത്തിൽ പകർത്താൻ, പരലോക വിജയികളുടെ കൂട്ടത്തിലായിത്തീരാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.